ഏവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാം ദശകമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. രണ്ടാം ദശകമായ ഭഗവത് രൂപ വർണ്ണനം. ഭഗവത് രൂപ വർണ്ണനത്തിലെ 6 തൊട്ട് 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഇത് നമ്മള് രണ്ടാമത്തെ ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകമാണ് വായിക്കുന്നത്. ഭഗവാന്റെ ഭക്തി സ്വരൂപത്തെ പറ്റിയാണ്, മഹിമയെ പറ്റിയുള്ളത് വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തയേ അമൃതഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാവിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രണ്ടാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം. സൂര്യസ്പർശി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസിഫാലാന്തരം കാരുണ്യാകുല നേത്രം ആർദ്രഹസിത ഉല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യത്മകാരവകുണ്ടലയുഗം കണ്ഠം ഉജ്ജ്വലത്കൗസ്തുഭം തദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർശി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസിഫാലാന്തരം കാരുണ്യാകുല നേത്രമാർദ്രഹസിത ഉല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യത്മകരാപകുണ്ടലയുഗലം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കിരീടമൂർധ്വതിലക പ്രോദ്ഭാസിഫാലാന്തരം കാരുണ്യാകുല നേത്രം ആർദ്രഹസിത ഉല്ലാസം മകാരാഭകുണ്ടലയുഗം കണ്ഡല ഉജ്ജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലിയ അങ്കിത ശ്രീമദ് ബാഹുചതുഷ്ക സംകത ഗതാശങ്ക ഹരി അങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസംബരാലംബനീം ആലംബേ വിമലാംബുജ ദുരിപദാം മൂർത്തിം തവാർത്തിചിതം. കേയൂരാംഗത കങ്കണ ഉത്തമ മഹാരത്നാങ്കുലിയ അങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംകത ഗതശങ്ക അങ്കേരുപങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബനീം ആലംബേ വിമലാംബുജ ദുരിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. ത്രൈഹീയസഹ അഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിതാനതാഭിമധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതഃ അഭിസുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോർവിഭോ. തത്താദൃക് മധുരാത്മകം തവ ബഭുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം ന ആസ്തേ സ്വഭക്തേഷ്വപി. തേന അസ്യാ ബദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപമാനോ ജഗ പ്രമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യ വാർത്തോധഭൂത്. തത്താദൃക് മധുരാത്മകം തവ ബഭുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം ന ആസ്തേ സ്വഭക്തേഷ്വപി. തേനാസ്യാഃ തദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപമാനോ ജഗം പ്രേമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യ വാർത്തോധഭൂത്. ലക്ഷ്മീ താവകരാമണീയക ഹൃത്വാ ത ഏവ ഇയം പരേഷ്വസ്ഥിരാ ഇതി അസ്മിൻ അന്യത് അഭിപ്രമാണം അധുനാ
വക്ഷ്യാമി ലക്ഷ്മീപതേ ധ്യാന ഗുണ അനുകീർത്തന സക്ത ഹി ഭക്താ ജനാഃ തേഷു യേഷാ വസതി സ്ഥിരാ ഏവദൈത പ്രസ്താവദത്താദരാ. ഈ ശ്ലോകത്തില് പ്രത്യേകിച്ചിട്ട് അവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിന്നോട് ദേഷ്യമായിരുന്നു. കാരണം നിന്റെ ഈ സൗന്ദര്യം കണ്ടിട്ട് മഹാലക്ഷ്മി നിന്നെ വിട്ടു പോകുന്നില്ല. ഭക്തന്മാരുടെ ചെന്നാൽ തന്നെ കുറച്ചു നേരം മാത്രമേ ഭക്തന്മാരുടെ അടുത്ത് താമസിക്കുന്നുള്ളൂ. എന്നെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാല്, നിന്നോട് അമിതമായ ഭക്തി ഉണ്ടായിട്ട് നിശ്ചരിക്കുന്നവരോട് ലക്ഷ്മി ദേവിയും അവരോട് കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. അതുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല. നിന്റെ ആ സൗന്ദര്യത്തിൽ ലയിച്ചിരിക്കുന്ന ശ്രീദേവി മറ്റുള്ളവരുടെ കൂടെയും നിന്നെ ഭക്തിയോട് ശ്രമിക്കുന്നവരുടെ കൂടെയും എപ്പോഴും ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം തൊട്ട് വായിക്കാൻ തുടങ്ങാം. അതിന്റെ അർത്ഥം വായിക്കാം. സൂര്യസ്പർശി കിരീടോജ്വല തിലക പ്രോദ്ഭാസി ബാലാന്തരം കാകുല നേത്ര ഹസിതോല്ലാസം സുനാസാപുടം എന്നാണ് നമ്മള് രണ്ടാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ നിന്നും വായിക്കാൻ തുടങ്ങിയത്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ആറാമത്തെ ശ്ലോകത്തിൽ നിന്നാണ്. ആറാമത്തെ ശ്ലോകത്തിൽ നിന്ന് 10ാമത്തെ ശ്ലോകം വരെ വായിക്കുന്നത്. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിത്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യപ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയാദാംഗകം വ്യാസിഞ്ചതി അഭിസീത ബാഷ്പവിസരൈഃ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിഷ്യന്ത സന്തോഹനം തദ്രൂപം പരചിത്രസായനമയം ചേതോഹര ശൃണ്വതാം സത്യപ്രേരയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഹീത ബാഷ്പവിസരൈഃ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. ഇപ്രകാരമുള്ള സൗഭാഗ്യമായ പുതിയ അമൃതധാരിയെ വർഷിക്കുന്നതും ഉത്കൃഷ്ടമായ ബ്രഹ്മാനന്ദമയവും മനോഹരമായ അങ്ങയുടെ ദിവ്യരൂപം അങ്ങയുടെ കഥാശ്രവണം ചെയ്യുന്നവരുടെ മനസ്സിനെ ഉടനെ തന്നെ ഇളക്കി തീർക്കുന്നു, ആനന്ദപരവശമാക്കി തീർക്കുന്നു. ശരീരത്തെ പുളകം കൊള്ളിക്കുകയും പരമാനന്ദത്തിന്റെ ആധിക്യം കൊണ്ടുണ്ടായ തണുത്ത അശ്രുധാരകളാൽ നന്നായി നനയ്ക്കുകയും ചെയ്യുന്നു. 7ാമത്തെ ശ്ലോകം. ഏവം ഭൂതതയാ ഹി ഭക്താഭിഹിതോ യോഗസ്വയോഗവദാത് കർമ്മജ്ഞാനമയാദൃശ ഉത്തമതരഃ യോഗീശ്വരൈ ഗീയത്തെ സൗന്ദര്യേകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകാശാത്തിമയാ ഭക്തി നിശ്രമം ഏവ വിശ്വപുരുഷൈഃ ലഭ്യാരമാവല്ലഭ. ഏവം ഭൂതദയാ ഹി ഭക്ത്യാഭിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകാശാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാരമാവല്ലഭ. ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം, ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം, അതായത് മോക്ഷാപ്രായം, മുൻ പറയപ്പെട്ട പ്രകാരമാകുകയാണല്ലോ കർമ്മരൂപം ജ്ഞാനരൂപം എന്ന 2 മോക്ഷാഭയങ്ങളെക്കാളും ഏറ്റവും ഉത്തമമായതെന്ന് ഈശ്വരന്മാരാൽ കൊണ്ടാടപ്പെടുന്നത്. അതായത് ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഭക്തി, കൃഷ്ണഭക്തി, നിന്റെ അടുത്തുള്ള ഭക്തി, ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം, മോക്ഷോപ്രായം, മുൻ പറയപ്പെടുന്ന പ്രകാരമാകുകയാണല്ലോ
ഈ കർമ്മരൂപവും ജ്ഞാനരൂപവും എന്ന രണ്ട് മോക്ഷോപായങ്ങളെക്കാളും ഭക്തിയാണ് ഏറ്റവും ഉത്തമമായതെന്ന് യോഗീശ്വരന്മാരാൽ കൊണ്ടാടപ്പെടുന്നത്. അല്ലേ ലക്ഷ്മിപതേ, സൗന്ദര്യമൂർത്തിയായ അങ്ങയിൽ പ്രേമാതിശയമാകുന്ന രൂപത്തോടു കൂടിയ ഭക്തി സകല ജനങ്ങളാലും യാതൊരു പ്രയാസവും കൂടാതെ തന്നെ ലഭിക്കപ്പെടാവുന്നതാണല്ലോ. അങ്ങേരിൽ നമ്മൾ കൊടുക്കുന്ന ഭക്തി നമുക്ക് ലഭിക്കാൻ വളരെ പ്രയാസമൊന്നുമില്ലല്ലോ. നമ്മൾ ഭക്തി കാണിക്കുക, നമ്മള് ഭഗവാന്റെ ഭക്തന്മാരായിട്ട് തീരാനായിട്ട് നമുക്ക് പ്രത്യേക ചെലവൊന്നു എന്നാണ് മറ്റേ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം മോക്ഷപ്രായം മുൻ പറയപ്പെട്ട പ്രകാരമാണല്ലോ കർമ്മരൂപം ജ്ഞാനരൂപം എന്ന രണ്ട് മോക്ഷാഭിപ്രായങ്ങളെക്കാളും ഏറ്റവും ഉത്തമമായതെന്ന് പറയപ്പെടുന്നത്. അതേ ലക്ഷ്മിപതേ, സൗന്ദര്യമൂർത്തിയായ അങ്ങയിൽ പ്രേമാതിശയമാകുന്ന രൂപത്തോടു കൂടിയ ഭക്തി സകല ജനങ്ങളാലും ഈ പ്രയാസവും കൂടാതെ തന്നെ ലഭിക്കപ്പെടാവുന്നതാണല്ലോ. ഭക്തി നമുക്ക് എല്ലാവർക്കും വലിയ പ്രയാസം കൂടാതെ ലഭിക്കുന്നതാണ്. നമുക്ക് കർമ്മരൂപവും ജ്ഞാനരൂപത്തെക്കാളും ഏറ്റവും പ്രയാസം കൂടാതെ ലഭിക്കുന്ന ഭക്തി രൂപത്തിലാണ് ഭഗവാൻ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത്. അതാണ് ഭക്തിയാണ് പ്രധാനം എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഭട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത്. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മയോഗാവിധം ദൂരീത്യഫലം യത് ഔപനിഷദ് ജ്ഞാനോപലഭ്യം പുനഃ. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മയോഗാവിധം ദൂരീത്യഫലം യത് ഔപനിഷദ് ജ്ഞാനോപലഭ്യം പുനഃ. തത്വ്യവ്യക്തതയാ സുദുർഗതരം ചിത്തസ്യ തസ്മാത് വിഭോ തത്തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മകഭക്തേവ സദസം സ്വാദീയസി ശ്രേയസേ. നിഷ്കാമം നിയത സ്വധർമ്മചരണം കർമ്മയോഗാഭിധം ഫലം യത് ഔപനിഷദ് ജ്ഞാനോപലഭ്യം പുനഃ. തത്തു അവ്യക്തതയാ സുദുർഗതരം സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ തത്പ്രേമാത്മക ഭക്തി സതതം സ്വാദീയസി ശ്രേയസേ. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മ യോഗാഭിധം തദ്ദൂരേത്യഫലം യത് ഔപനിഷദ് ജ്ഞാന ഉപലഭ്യം പുനഃ. തത്തു അവ്യക്തതയാ സ്വദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തി ഏവ സതതം സ്വാദീയസി ശ്രേയസി. കുറച്ച് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദുരേത്യഫലം യത് ഔപനിഷദ് ജ്ഞാനോപലഭ്യം പുനഃ. തത്തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തി കർമ്മയോഗം എന്ന് പറയപ്പെടുന്നതും ഫലേച്ച കൂടാതെ നൈമിത്തികം എന്ന് പറഞ്ഞ സ്വധർമാനുഷ്ഠാനം യാതൊന്നോ കർമ്മയോഗം എന്ന് പറയും. എന്താണോ ഏത് കാലാന്തരത്തിലും കൈവരുന്ന ഫലത്തോട് കൂടിയതാകുന്നു കർമ്മയോഗം എന്ന് പറയപ്പെടുന്നതും കൂടാതെ നൈമിത്തികം എന്നിങ്ങനെ വർണ്ണാശ്രമ വിഹിതമായ സ്വധർമാനു ഫലത്തോട് കൂടിയതാകുന്നു.
പിന്നീട് ഉപനിഷത്തുകളെ സംബന്ധിച്ച് ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രാപിക്കത്തക്കത് യാതൊന്നു അതാവട്ടെ അനുഭവ രൂപത്തിൽ ഗ്രഹിക്കുവാൻ കഴിയാത്തത് എന്നതിനാൽ മനസ്സിന് പ്രാപിക്കുവാൻ വളരെ പ്രയാസമുള്ളതുമാണ്. അല്ലേ ഈശ? അതുകൊണ്ട് അങ്ങയിലുള്ള പ്രേമസ്വരൂപമായ ഭക്തി തന്നെയാണ് എപ്പോഴും നല്ലപോലെ ആസ്വദിക്കത്തക്കതും ശ്രേയസ്കരവും. അതായത് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്ന് മൂന്നെണ്ണം ഉണ്ട്. കർമ്മയോഗത്തിന് കുറച്ച് പ്രയാസമുണ്ട്, നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യണം. ജ്ഞാനയോഗവും കുറച്ച് പ്രയാസമുണ്ട്, നമുക്ക് ബുദ്ധിയൊക്കെ വികസിക്കണം, നമ്മൾ പുസ്തകം വായിക്കണം, ഉപനിഷത്തുകൾ വായിക്കണം, എന്നൊക്കെ നമുക്ക് ജ്ഞാനം വർദ്ധിക്കത്തുള്ളൂ. അപ്പൊ ജ്ഞാനയോഗവും പ്രയാസമാണ്, കർമ്മയോഗവും പ്രയാസമാണ്. അതായത് നമുക്ക് നിഷ്കാമ കർമ്മം, നൈമിത്തികം, അതായത് നിഷ്കാമ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറയുന്നത് പോലെ നിഷ്കാമ കർമ്മം ചെയ്തിട്ട് നമുക്ക് പുണ്യം കിട്ടും, അതും പറയുന്നുണ്ട്. അതിനും ബുദ്ധിമുട്ടാണ്, കർമ്മം ചെയ്യണമല്ലോ. പക്ഷെ അതേ സമയത്ത് ഭക്തിക്കൊന്നും വേണ്ടല്ലോ. ഭഗവത് ഭക്തി, ഭഗവാന് കൂടി ശരണം പ്രാപിച്ചാൽ തന്നെ അത് ഭഗവത് ഭക്തിയായി. അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതെന്നാണ്, എളുപ്പം ചെയ്യാവുന്നതുമാണെന്നാണ് മറ്റേ നാരായണ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങയിലുള്ള പ്രേമസ്വരൂപമായ ഭക്തി തന്നെയാണ് എപ്പോഴും നല്ല പോലെ ആസ്വദിക്കത്തക്കതും ശ്രേയസ്കരവും എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9ാമത്തെ ശ്ലോകം. അത്യാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മലാഹ. അത്യാസകരാണി കർമ്മപടാനി ആചര്യ നിർയന്മലാഹ. ബോധേ ഭക്തിപദേ അഥവാ അഭി ഉചിതതാം ആയാന്തി കിം താവത. അത്യാസാകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മലാ. ബോധഭക്തിപദേ അഥവാ അഭി ഉചിതതാം ആയാന്തി കിം താവത. ക്ലിഷ്ട തർക്കപദേ പരം തവ വപുഃ ബ്രഹ്മാഹ്യമന്യേ പുനഃ. ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുഃ ബ്രഹ്മാഹ്യമന്യേ പുനഃ. ചിത്താർദ്രത്വം യഥേ വിചിന്ത്യ ബഹുഭിഃ സിദ്ധ്യന്തി ജായാന്തരൈ ജന്മാന്തരൈ. അത്യാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മലാ. ബോധേ ഭക്തിപദേ അഥവാ അഭി ഉചിതതാം ആയാന്തി കിം താവത. ഹ്രസ്വാ തർക്കപദേ പരം തവ വപുഃ ബ്രഹ്മാഹ്യമന്യേ പുനഃ. ചിത്താർദ്രത്വം ഹൃദയഃ വിചിന്ത്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഏറ്റവും ക്ലേശകരങ്ങളായ കർമ്മ സമൂഹങ്ങളെ അനുഷ്ഠിച്ചിട്ട് ദോഷങ്ങളെല്ലാം നശിച്ചിട്ട് ചിത്തശുദ്ധി വന്നിട്ടുള്ള യോഗികൾ ജ്ഞാനയോഗത്തിലോ അല്ലെങ്കിൽ ഭക്തി മാർഗത്തിൽ തന്നെയോ അധികാരികളായി തീരുന്നു. അത്രയും കണ്ട് എന്ത് ഫലം? മറ്റു ചിലരാവട്ടെ വേദാന്ത മാർഗത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് മനസ്സിന് ശുദ്ധി വരാതെ ബ്രഹ്മമെന്ന പേരോടുകൂടിയ അങ്ങയുടെ നിർഗുണ സ്വരൂപത്തെ ധ്യാനിച്ച് അനേകം ജന്മാന്തരങ്ങളെ കൊണ്ട് മോക്ഷഫലത്തെ സാധിക്കുന്നു. അതായത് ഈ ജ്ഞാനികളൊക്കെ എന്ത് ചെയ്യുന്നു? ഏറ്റവും ക്ലേശകരമായ കർമ്മ സമൂഹങ്ങളെ അനുഷ്ഠിച്ചിട്ട് ദോഷമെല്ലാം നശിച്ച് ചിത്തശുദ്ധി വന്നിട്ടുള്ള യോഗികൾ ജ്ഞാനയോഗത്തിലോ അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ തന്നെയോ അധികാരികളായി തീരുന്നു. അത്രയും കൊണ്ട് എന്ത് ഫലം? മറ്റു ചിലരാവട്ടെ വേദാന്ത മാർഗത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് മനസ്സിന് ശുദ്ധി വരാതെ ബ്രഹ്മമെന്ന പേരോടുകൂടിയ അങ്ങയുടെ നിർഗുണ സ്വരൂപത്തെ ധ്യാനിച്ച് അനേകം ജന്മാന്തരങ്ങളെ കൊണ്ട് മോക്ഷഫലത്തെ സാധിക്കുന്നു. വീണ്ടും ഇത് എന്നെ പറയാം, ഈ 3 യോഗത്തിലുണ്ടല്ലോ, കർമ്മഫലം, ജ്ഞാനയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. ഇതിൽ ഭക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, മികച്ചത് എന്നാണ് ഇത് ഈ ശ്ലോകങ്ങൾ കൊണ്ട് നാരായണ ഭട്ടതിരിപ്പാട് പിന്നെയും പറയുന്നത്. മഹാഭാഗവതത്തിലും മഹാഭാഗവത മഹാത്മ്യത്തിലും ഈ ശ്ലോകങ്ങൾ വളരെ വിപുലീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. 10ാമത്തെ ശ്ലോകം. ത്വദ്ഭക്തിത്വകദാരസ അമൃതത്സരീ നർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതന്വതീ സത്യസിദ്ധികരീ ജയതി അയവിഭോ സയേവ അസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാ ഗുരുതലം വാദാലയാധീശ്വര.
തദ്ഭക്തിത്വ കഥാരസമത്സരീ ധർമ്മജ്ഞാനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രേമ പദപദവീം ആക്ലേശരത്തന്വതി ജയതി അയവിഭോ സയേവ അസ്തു മേ തത്പദ പ്രേമ പ്രൗഢിന സാർദ്രത ധൃതതരം വാതാലയാതീശ്വര. ഇതിന്റെ അർത്ഥം 10ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഭഗവത് കഥാരസമാകുന്ന അമൃത പ്രവാഹത്തിൽ മുഴുകുക നിമിത്തം തന്നെത്താൻ കൈവരുന്നതും നിർമ്മലമായ ജ്ഞാനത്തിന്റെ ഉത്കൃഷ്ട സ്ഥാനത്തെ യാതൊരു പ്രയാസവും കൂടാതെ വെളിപ്പെടുത്തി തരുന്നതും ആയ ഞങ്ങളുടെ ഭക്തിയെ ഒന്നു മാത്രം ഉടനടി കൈവല്യത്തെ നൽകുന്നതായിട്ട് ഉത്കർഷത്തോടെ വർത്തിക്കുന്നു. അല്ലയോ പ്രഭുവായിരിക്കുന്ന ഗുരുവായൂരപുരേശ, എനിക്ക് അങ്ങയുടെ പുൽത്താരണിയുള്ള പ്രേമാതിശയവുമാകുന്ന രസം കൊണ്ട് കുളിർമ ലഭിക്കുക എന്ന ആ അവസ്ഥ തന്നെ അതിവേഗത്തിൽ സംഭവിക്കണമേ. ഗുരുവായൂരപ്പനടുത്ത് പറയുകയാണ്, ഭഗവത് കഥാരസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുഴുകുക നിമിത്തം തന്നെത്താൻ കൈവരുന്നതും നിർമ്മലമായ ജ്ഞാനത്തിന്റെ ഉത്കൃഷ്ട സ്ഥാനത്തെ യാതൊരു പ്രയാസവും കൂടാതെ വെളിപ്പെടുത്തി തരുന്നതുമായ അങ്ങയുടെ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഉടനടി കൈവല്യത്തെ നൽകുന്നതായിട്ട് ഉത്കർഷത്തോടെ വർത്തിക്കുന്നു. അല്ലയോ പ്രഭുവായിരിക്കുന്ന ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയുടെ താരണിയിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് കുളിർമ ലഭിക്കുക എന്ന അവസ്ഥ തന്നെ അതിവേഗത്തിൽ സംഭവിക്കണമേ. നാരായണ നാരായണ നാരായണ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമവലോകരാശിം നിരുന്തി വാതാലയ വാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയത്തിലെ 2ാം ദശകമായ ഭഗവത് രൂപ വർണ്ണനമാണ് ഇപ്പോൾ കേട്ടത്. ഭഗവത് രൂപ വർണ്ണനത്തിലെ 1 തൊട്ട് 10 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ 6 തൊട്ട് 10 വരെയുള്ള ശ്ലോകങ്ങളാണ് അവതരിപ്പിച്ചത്. ഇന്നത്തെ ഈ ക്ലാസ് നയിച്ച ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിന് നന്ദി അർപ്പിക്കുന്നു. അടുത്ത അധ്യായത്തിൽ നാരായണീയത്തിലെ 3ാം ദശകം പഠനം ആരംഭിക്കുകയാണ്. ഭക്തി പ്രാർത്ഥന എന്ന ദശകമാണ് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി.